യെസ് ഗൈസ്, പാർട്ട് 5 ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാർട്ട് 5 വിച്ച് മീൻസ് അവർ 5th ഡെസ്റ്റിനേഷൻ വന്നിട്ട് ലുലു മാളാണ്. അപ്പോൾ ലുലു മാളിൽ കുറേ നേരം നമ്മൾ പോസ്റ്റ് അടിച്ചിരുന്നു. എൻ്റെ കസിൻസൊക്കെ വന്നവരൊക്കെ പോയി, കാരണം അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി 4 കടയിൽ കയറി, അത് കൂടാണ്ട് ലുലു മാളിൽ എന്തിനാണ് കയറിയത്, പ്രാന്താണോ എന്നൊന്നും വിചാരിക്കരുത് ഗൈസ്. ബിക്കോസ് ഇവിടെ വല്ല ഡിസ്കൗണ്ട് ഉണ്ടോ ഡ്രസ്സിനെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ബട്ട് ഇവിടെ നിന്ന് ഒരു തേങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എന്താ ഈ ഒരു മൂലയിൽ, യെസ് ഗൈസ്, എൻ്റെ കൂടെയുള്ളവരൊക്കെ വാഷ്റൂമിൽ കയറിയേക്കാണ്. അപ്പോൾ ആ പോകുന്ന ഇപ്പോൾ എല്ലാവരും ഇറങ്ങി കേട്ടോ. അപ്പോൾ പോകുന്ന 2 പേരാണ് എൻ്റെ കുഞ്ഞുമ്മയും ഉമ്മച്ചിയും. അവർ ഡ്രസ്സ് സെക്ഷനിലേക്ക് പോവും. ഞാനും ഈ സൈഡിൽ നിൽക്കുന്ന എൻ്റെ വലിയുമ്മ, ഞാൻ ഉമ്മ എന്നാണ് വിളിക്കുക, ഞങ്ങൾ 2 പേരും എവിടെക്കാ ഹൈപ്പർ മാർക്കറ്റിൽ പോവും. ഞങ്ങൾ 2 പേരും മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട ശ്യാമോ മാമ ഹൈപ്പർ മാർക്കറ്റിൽ പോവും. ഞങ്ങൾ 3 പേരും കൂടെ പോവും. നിങ്ങൾ ശരിക്കും എന്താണ് 2 ഭാഗമായിട്ട് പോണേന്നായിരിക്കും അല്ലേ, വിച്ച് മീൻസ് അപ്പോൾ ഇച്ചിരി ടൈം കുറഞ്ഞിട്ടോ. എല്ലാവരും കൂടെ ഓരോ ഭാഗത്തേക്ക് പോയാൽ. പിന്നെ ഒരു കാര്യം ഗൈസ്, ആ ലിഫ്റ്റിൽ പോകണ ആരാന്നറിയോ, ഇക്രോ എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, പിന്നെ എനിക്ക് മനസ്സിലായിട്ടോ. പിന്നെ ഞാൻ സംസാരിച്ച് ആൻഡ് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ആൻഡ് ഓൾസോ ലുലുവിൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ എത്തി. പോണ എൻ്റെ മാമ. അപ്പോൾ ഞങ്ങൾ 3 പേരും ഹൈപ്പർ മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇച്ചിരി കൂടി ടൈം കുറഞ്ഞ് കിട്ടുമല്ലോ, 2 പേരും 2 ഭാഗത്തേക്കാവുമ്പോൾ. എന്തിനാണ് ഹൈപ്പർ മാർക്കറ്റിൽ ഇപ്രാവശ്യം കുറേ സാധനങ്ങളൊന്നും വാങ്ങാനല്ല, ഞാൻ പറഞ്ഞല്ലോ മാമയുടെ എൻഗേജ്മെൻ്റ് ആണെന്ന്. അപ്പോൾ എൻഗേജ്മെൻറ്റിന് ഇപ്പോഴത്തെ ടൈപ്പ് സ്റ്റൈൽസ്, ജെൻസി സ്റ്റൈൽ എന്ന് പറയുന്നത്, നമ്മുടെ കെട്ടാൻ പോകുന്ന പെണ്ണിന് ഹാമ്പേഴ്സൊക്കെ കൊടുക്കണമല്ലോ. ലൈക്ക് ഇങ്ങനെ മിഠായിയുടെ ഹാമ്പർ, ഡ്രസ്സിൻ്റെ ഹാമ്പർ, സ്പ്രേയുടെ ഹാമ്പർ, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഹാമ്പർ ഉണ്ട്. ഞങ്ങളപ്പോൾ 3 ഹാമ്പറും ഒരു ബൊക്കെയാണ് കൊടുത്തത്. എല്ലാം ഹാൻഡ് മെയ്ഡാണ്, സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം കഷ്ടപ്പെട്ടത് എൻ്റെ ഉമ്മച്ചിയും പിന്നെ 2 പേരും കൊണ്ടുണ്ടായിരുന്നു. എൻ്റെ തറവാട്ടിൽ നിന്ന് 2 പേരുണ്ടായിരുന്നു. ജാവിദ് എന്ന് പറയും, ജാവുക്കാക്കയും പിന്നെ റാഷിത്തയും കൂടിയാണ്. ഒരു 3 പേരും കൂടിയാണ് കേട്ടോ എന്താ പറയുക, ഹാമ്പേഴ്സും ബൊക്കെയൊക്കെ സെറ്റാക്കിയത്. ആൻഡ് ഓൾസോ ഈ ഹാമ്പേഴ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ നോക്കായിരുന്നു. സ്പ്രേയിൽ ലുക്ക് ദാറ്റ് ആ 3 കോംബോ ഉള്ളത് ഞങ്ങൾക്ക് ഇഷ്ടമായി. പിന്നെ ഈ സ്പ്രേ ആണ് കേട്ടോ ഞങ്ങൾ എടുത്തത്. ഈ സ്പ്രേ ആണ് ഞങ്ങൾ പെണ്ണിനെ വാങ്ങിച്ച് കൊടുത്തത് കേട്ടോ. ഞാൻ എൻ്റെ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ മാമയുടെ പെണ്ണിനെ വിളിക്കാൻ പോകുന്നത് ലാല എന്നാണ്. അപ്പോൾ ലാലാക്ക് വാങ്ങിച്ചത് ഈ ഒരു സ്പ്രേ ആണ്. മണമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തത് കേട്ടോ. അത്യാവശ്യം റേറ്റ് കുറവുമായിരുന്നു. ആൻഡ് ഓൾസോ ആ 3 കൂബ് അടിപൊളിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ബട്ട് നല്ല റേറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മളത് ബാക്കി വെച്ചു. ഇപ്പോൾ ഞങ്ങൾ മിഠായിയുടെ സെക്ഷനിലേക്ക് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ലുക്ക് ദിസ്, നമ്മളപ്പോൾ പിന്നെയും മിഠായി വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ വന്നത് ഇതുപോലെ കുഞ്ഞു മിഠായി വാങ്ങാനായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പാർട്ടിയിൽ ബാക്കി കാണാം. ലുലു മാളിൻ്റെ ബാക്കി വ്ളോഗായിട്ട് വരാം.